പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നവംബർ 21 വ്യാഴാഴ്ചയാണ്. നമുക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കൃപയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ നിയോഗം ഓർക്കണേ. ഇന്നത്തെ ആവശ്യമാണ് കേട്ടോ നിയോഗം എന്ന് പറയണത്. എത്ര ആവശ്യങ്ങളുണ്ടോ അതെല്ലാം, പണപരമാകാം, ആരോഗ്യപരമാകാം, ജോലിപരമാകാം, യാത്രാപരമാകാം, എല്ലാം ഓർക്കുക. എല്ലാവരും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ശിരസ്സ് നമിച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥന, അഭിഷേക പ്രാർത്ഥന സ്വീകരിക്കാം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഈശോ കൃപാസന ആൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ കർത്താവ്, രോഗികളുടെ പീഡിതരുണ്ടായിട്ടുണ്ട് കർത്താവെ, അവരെല്ലാം നീ ആശ്വസിപ്പിക്കണം ഈശോയെ. സാമ്പത്തികമായി ഞെരുക്കമുള്ളവരുണ്ട് ഈശോയെ, സാമ്പത്തിക ബാധ്യതകളുണ്ട് ഈശോയെ, ജപ്തി നടപടി വന്നു പോയവരുണ്ട് ഈശോയെ, ജപ്തി നടപടി അകപ്പെട്ടിരിക്കുന്നവരുണ്ട് ഈശോയെ, സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട് ഈശോയെ, വീട് വിൽക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട് ഈശോയെ, വീട് വിൽക്കാതെ തന്നെ കടങ്ങൾ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഈശോയെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. പക്ഷേ ക്രിസ്മസ് എന്തോ ഉദ്ദേശിച്ചുകൊണ്ട് കർത്താവ് എന്തോ വലിയ തീരുമാനങ്ങൾ എടുക്കണം മനുഷ്യനെ കാണുന്നുണ്ട് ഈശോയെ.
6 ദിവസങ്ങളിൽ നടക്കേണ്ട വലിയ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഉത്കണ്ഠപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കൃപാസ്ഥാനത്താരെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന ശക്തിയാണ് ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഉദര രോഗികളെ നീ ആശ്വസിപ്പിക്കണ കർത്താവേ. ശ്വാസകോശ രോഗികളെ നീ സൗഖ്യപ്പെടുത്തുന്ന കർത്താവേ. തൊണ്ട രോഗികളെ നീ ആശ്വസിപ്പിക്കണ കർത്താവേ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളും പേശികളുടെ ഹൃദയത്തിലും കർത്താവ് രോഗാതുരമായ ഹൃദയങ്ങളുണ്ട് കർത്താവേ. അവിടെ എല്ലാം സ്പർശങ്ങൾ കർത്താവേ. അവിടെ എല്ലാം കർത്താവ് ഹൃദയത്തിൻ്റെ അസുഖങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഈശോയെ. കർത്താവ് അവരുടെ ജീവിതത്തിലെല്ലാം കർത്താവിൻ്റെ വലിയ ദൈവികമായ ശക്തി അവർക്ക് ആവശ്യിക്കട്ടെ. കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, പാങ്ക്രിയാസ് രോഗികൾ, ഗർഭാശയ രോഗികൾ, കർത്താവ് സ്രാവരോഗങ്ങളുണ്ട് ഈശോയെ. ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ, കർത്താവ് എപ്പോഴും ഉദരത്തിൽ നിന്ന് പഴുപ്പ് പോണവരുണ്ട് ഈശോയെ. അപ്പോൾ തന്നെ അറിയാതെ മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ട്. കിടന്ന കിടപ്പിൽ തന്നെ ഇതൊക്കെ സംഭവിക്കുന്നത് അത്രയും ആഗ്രഹം പിടിച്ച് സങ്കടപ്പെടുന്ന ഒത്തിരി മനുഷ്യരെ സങ്കടത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടെ മേലെ അങ്ങനെ വലിയ കൃപ നൽകണ കർത്താവേ. സഹായിക്കാൻ ആരുമില്ല എന്ന ഇരുട്ട് ജോലിയുള്ള വീടുകളിൽ മാതാവൊക്കെ ജീവിക്കുന്നവർ അവരുടെ ജോലിയുടെ കാഠിന്യം കാരണം അവർ ക്ഷീണിച്ചു വയ്ക്കും, ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതിരിക്കുകയും അവരുടെ മനസ്സിൻ്റെ ടെൻഷൻ അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ ഉള്ളവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്നു. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. മക്കളില്ലാത്തവരെ കർത്താവ് മക്കൾ നൽകി അനുഗ്രഹിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവർക്ക് വിവാഹം നൽകട്ടെ. വസ്തുപുരയുടെ വിറ്റുമാറാത്തവർ, ഇല്ലാത്തവർ, വീടിരിപ്പ് സ്ഥലമില്ലാത്തവരും എല്ലാം കർത്താവിൻ്റെ നാമം സന്ധിക്കപ്പെടുകയും ആധ്യാത്മികമായ ദാരിദ്ര്യവും പ്രാർത്ഥനക്കുറവും അനുഭവിക്കുന്നവരുടെ വിശ്വാസം കുറഞ്ഞിട്ടുള്ള മേലെല്ലാം കർത്താവിൻ്റെ ചൈതന്യം ഒഴുകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് കാണുന്നത് ഒരു വലിയ ഒരു ഇടപെടലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ എങ്ങനെ സമീപിക്കാൻ കഴിയും. അതിൻ്റെ ഒന്നാമത്തെ വായനയ്ക്ക് വരുന്നത് ഇന്ന് വ്യാഴാഴ്ച യോഹന്നാൻ്റെ സുവിശേഷം 21-7 വാക്യമാണ് ധ്യാനത്തെ വെച്ചിരിക്കുന്നത്. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. ഇത് ഒരു വല്ലാത്ത ആധ്യാത്മികതയാണ്. യോഹന്നാൻ ഭയങ്കര ബുദ്ധിജീവിയാണല്ലോ. പുള്ളി നല്ല തിയോളജിയനാണ്. പക്ഷെ പുള്ളിക്കാരൻ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങത്തില്ല. തെങ്ങിൻ ചേരുന്ന പെണ്ണും കൊണ്ടുപോയതൊക്കെ പറയുന്നത് മണ്ണും ചേരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞവരാണ് 10 ദിവസത്തിൻ്റെ അവസ്ഥ. 10 ദിവസത്തിന് വലിയ ദൈവശാസ്ത്രമൊന്നുമില്ല. ചുമ്മാ പുള്ളിക്കാരൻ തുണിയില്ലാതെ അവിടെ വള്ളത്തിലിരിക്കുമ്പോഴാണ് വള്ളത്തെ മോരിക്കിരിക്കുകയായിരുന്നു, അണിയത്തിരിക്കുകയായിരുന്നു. അപ്പോഴുണ്ട് ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുള്ളതാണ്. ഏതാണ്ട് 200 മുഴയേ ഉള്ളതെന്നൊക്കെ പറഞ്ഞാൽ ശരിയാണത്. അതായത് തിബേരിയസ് തീരത്ത്, അതായത് അവിടെ ഈ വളരെ വെള്ളം ഇങ്ങനെ ഇരുട്ടിങ്ങനെ മാഞ്ഞുവിൻ്റെ സമയത്താണ് കർത്താവ് വെളുപ്പിന് വരണത്. ഇപ്പം കർത്താവിനുള്ള സ്നേഹങ്ങളൊക്കെ കാരണം, അടുപ്പമൊക്കെ കാരണം കർത്താവിൻ്റെ ഒരു ആകാരം കണ്ടപ്പോൾ തന്നെ യോഹന്നാന് ആളെ മനസ്സിലായി. ഉടനെ യോഹന്നാൻ പറയും, ദാറ്റ് ഇസ് ലോർഡ്. അപ്പോൾ കർത്താവ് ഉയർത്തുന്നതിന് ശേഷമുള്ള കാഴ്ചയാണ്, അത് വല്ലാത്തൊരു കാഴ്ചയാണ്. യോഹന്നാൻ ദാറ്റ് ഇസ് ലോർഡ്, അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ എന്ത് പറ്റി? അത് കർത്താവാണെന്ന് കേട്ടതേ ഉള്ളൂ. അത് 10 ദിവസം അപ്പോഴും കണ്ടില്ല. ഒരുത്തൻ പറഞ്ഞ് കേട്ടതാണ്. ഈ ദൈവവചനം കണ്ട് വായിക്കുന്നവരും കണ്ട് മനസ്സിലാക്കുന്നവരും അതിന് അന്തരാർത്ഥം അറിയുന്നവരും കാണുന്നവരാണ്. പ്രസംഗം കേട്ടാണ് ചില ആൾക്കാർ കർത്താവിലേക്ക് വരുന്നത്. കേട്ടവരുടെ വെപ്രാളം കണ്ടു നോക്കി, കാണുന്നവരും കേൾക്കുന്നവരും ഭയങ്കര വ്യത്യാസമുണ്ട്.
പത്രോസ് അത് കർത്താവാണ് കേട്ടതോടുകൂടി താൻ നഗ്നനാണ് മനസ്സിലായി. ഒരു പുറങ്കുപ്പായ എടുത്തിട്ട് ഒറ്റ ചാട്ടവെള്ളത്തിലുണ്ട്. ഞാനങ്ങനെ ഓർക്കണേന്നറിയോ? എന്നിട്ട് എന്നാൽ പത്രോസ് ചാടിയല്ലേ വെള്ളത്തിലിട്ട്. യോഹന്നാൻ എഴുതുമ്പോൾ പരിശുദ്ധാത്മാവാണല്ലോ എഴുതണത്. അതൊരു പണി കൊടുത്തോണ്ടാണ് എഴുതിയിരിക്കണത്. എന്നാൽ മറ്റു ശിഷ്യന്മാരാരും ചാടിയില്ല എന്നാ പറയണത്. എന്നാൽ മറ്റു ശിഷ്യന്മാരാരും ചാടിയില്ല. അവരെ കിട്ടിയ മീനുമായിട്ട് വള്ളത്തിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരെണ്ണന്മാരും ചാടിയില്ലെന്നാണ്. ഒരു പാവപ്പെട്ട ഒരു തരുമ്പത്തെ ചാടിയുള്ളൂ. അത് നിസ്സാര കാര്യമില്ല. കർത്താവൻ ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടാൻ കഴിയണം. അതാണ് അവനോടാണ് കർത്താവ് പറയണത്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുമെന്ന് പറയണത്. പിന്നീട് പറയണതാണ്. ദൈവം നമ്മളെ അറിയണമല്ല പ്രശ്നം, അറിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്നുള്ള പ്രശ്നം. അറിയണമല്ല പ്രശ്നം. കർത്താവിനെ അറിയണത് മാത്രമല്ല പ്രശ്നം, അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു. ഉടമ്പടി അങ്ങനെ പറയണത്. അവൻ പറയണ പോലെ ചെയ്യാൻ. അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, അറിഞ്ഞിട്ട് എന്ത് ചെയ്തു. അവനാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ ശിഷ്യനായി മാറണത്. ഇപ്പം എല്ലാം മനസ്സിലായില്ലേ? താങ്ക് യു. അപ്പം അതുപോലെ ചെയ്താൽ മതി. അറിഞ്ഞാൽ മാത്രം പോരാ, അറിഞ്ഞതുപോലെ ചെയ്യണം. ഓക്കെ, താങ്ക് യു.